പിറവം പുഴയിലേക്ക് ഇടിഞ്ഞു വീണ പാഴൂർ ആറ്റുതീരം പാർക്ക് അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്ന് LDF ആവശ്യപ്പെട്ടു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പിറവം പുഴയിലേക്ക് ഇടിഞ്ഞു വീണ പാഴൂർ ആറ്റുതീരം പാർക്ക് അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്ന് LDF ആവശ്യപ്പെട്ടു. 2010 മുതൽ മണ്ണു റോഡായിരുന്ന ആറ്റുതീരം റോഡ് 3 ഘട്ടങ്ങളിലായി ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടുപയോഗിച്ച് ടാറിട്ട് സഞ്ചാരയോഗ്യമാക്കി. പിന്നീടത് പാർക്കാക്കി മാറ്റണമെന്ന ജനങ്ങളുടെ ആവശ്യപ്രകാരം ആദ്യഘടുവായി 50 ലക്ഷം രൂപയും രണ്ടാമത് 2016 1.5 കോടി രൂപയും അനുവദിച്ചു. സർക്കാരിൻ്റെ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ആ പദ്ധതി സർക്കാരിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് MLA തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട രൂപത്തിൽ ചെയ്യേണ്ട ആൾ. MLA ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ശ്രമകരമായിട്ടാണ് ഇത് കൊണ്ടുവന്നതെന്ന് അദ്ദേഹം തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് കൊണ്ടുവന്ന പദ്ധതിയാണിത്. ഏതൊക്കെയാലും ഒരു വലിയ ദുരന്തം ആൾനാശമില്ലാത്ത രൂപത്തിൽ ആണ് സംഭവിച്ചതെന്നുള്ളത് കൊണ്ട് നമുക്ക് ആശ്വസിക്കാം. അത് അടിയന്തരമായി അത് പുനർനിർമ്മിക്കാൻ വേണ്ടിയും അത് ഇനി ഇടിഞ്ഞു പോകാത്ത രൂപത്തിൽ നിർമ്മിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുകയാണ്. അതിന് പകരമായി അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി നഗരസഭയും മറ്റും ഇന്ന് ഭരിക്കുന്നവർ ശ്രമിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. തികച്ചും ഖേദകരമായ ഒരു കാര്യമാണ് ഈ പറഞ്ഞതെല്ലാം. ഈ പറഞ്ഞ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുമ്പോൾ ഈ വർക്ക് ചെയ്യുമ്പോൾ അത് FRBL വഴിയാണ് ആ വർക്ക് നടത്തിയിട്ടുള്ളത്. FRBL എന്ന് പറഞ്ഞാൽ നമുക്കറിയാം FACTയുടെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അവരുമായി ബന്ധപ്പെട്ടാണ് അവർ ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിലും കൂടെ അക്രഡിറ്റേറ്റ് ഏജൻസിയായിട്ട് സർക്കാർ നിയമിച്ചതാണ്. അപ്പോൾ അവർക്ക് പ്രഗത്ഭരായ എഞ്ചിനീയർമാരടക്കമുള്ള സംവിധാനം അവരുടെ കയ്യിലുണ്ട്. അവരാണത് ചെയ്തത്. അപ്പോൾ FRBLന്റെ നേതൃത്വത്തിൽ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം അവർ വഴിയാണ്, അവരുടെ എഞ്ചിനീയറിംഗ് വഴിയാണ് ചെയ്തിരിക്കുന്നത്. അതിനു മുമ്പ് ജില്ലാ പഞ്ചായത്തായിരുന്നപ്പോൾ ചെയ്ത പഴുത്തീരം കെട്ടുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും പ്രാദേശികമായി നടപ്പാക്കുമ്പോൾ അതിൻ്റെ കീഴിൽ വരുന്ന ബ്ലോക്ക് പഞ്ചായത്തായിട്ടുള്ള പാമ്പാക്കട ബ്ലോക്കിലെ AEXയുമാണ്. അപ്പോൾ അതിൻ്റെ കസ്റ്റോഡിയനും അതിൻ്റെ മേൽനോട്ട നിർവഹണമെല്ലാം ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കൂടി നടന്ന സന്ദർഭം കൂടിയാണെന്ന് ഓർക്കണം. 2017 സമയബന്ധിതമായി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പണി പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. പൂർണ്ണമായും ഈ പണി ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ പണം ഉപയോഗിച്ചാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ടൂറിസം വകുപ്പിന്റെ ഒരു പാർക്കാണ് നമ്മൾ പാഴൂര് ആറ്റുതീരം പാർക്ക്. ആ പദ്ധതി വളരെ നല്ല രീതിയിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കി. അതിൻ്റെ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട KP സലീം പറഞ്ഞതുപോലെ 2018 വെള്ളപ്പൊക്കത്തിൽ അതിന് നേരെ ഓപ്പോസിറ്റുള്ള ചാലാശ്ശേരി കുടുംബം, അനീഷിൻ്റെ കുടുംബം അടക്കം അവരുടെ ഫ്രണ്ടിൽ കെട്ടിയിരുന്ന RMFന്റെ കെട്ടടക്കം അവരുടെ വീടടക്കം തകരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. പക്ഷേ അന്നും നമ്മുടെ ആറ്റുതീരം പാർക്കിൻ്റെ പാർശ്വഭിത്തി പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായില്ല. അപ്പോൾ തീർച്ചയായും അത് നല്ല രീതിയിൽ അത് കുഴപ്പം കൂടാതെ അത് പ്രശ്നങ്ങളുണ്ടാകാതെ ആ വലിയ പ്രളയത്തിൽ നിന്നെങ്കിൽ പിന്നീട് എന്ത് സംഭവിച്ചു നമുക്കറിയാം. 2018 ശേഷമുണ്ടായ എല്ലാ വെള്ളപ്പൊക്കത്തിലും ഈ പാർക്കിനകത്ത് വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ വെള്ളം കയറി പ്രശ്നമുണ്ടായിട്ടും അതിന് കേടുപാടുകൾ സംഭവിച്ചില്ല. പക്ഷേ KP പറഞ്ഞ പോലെ 2026 ഫെബ്രുവരിയിൽ മീഡിയയിലൂടെ പത്രങ്ങളിലൂടെ ഒരു വാർത്ത വന്നു. നമ്മുടെ ആറ്റുതീരം പാർക്കിന്റെ പാർശ്വഭിത്തി ഇടിയുന്നു. അതിന്നിപ്പോൾ 6 മാസം പിന്നിട്ടു. 2018 കേരളം കണ്ട മഹാപ്രളയത്തിൽ പിറവം പുഴയുടെ പല സംരക്ഷണ ഭിത്തികളും ഇടിഞ്ഞു. ആ കൂട്ടത്തിൽ പാലത്തിനു നേരെ അക്കരെയുള്ള ചാലാശ്ശേരി കുടുംബത്തിന്റെ RMF ഫണ്ടുപയോഗിച്ച് നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയും വീടും പുഴയിലേക്കടിഞ്ഞു. അതിനുശേഷം 2025 വരെയുണ്ടായ വെള്ളപ്പൊക്കങ്ങളിൽ പാർക്കിൽ വെള്ളം കയറി മൂടിയെങ്കിലും യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചില്ല. 2026 ഫെബ്രുവരിയിൽ പാർക്കിന്റെ സംരക്ഷണ ഭിത്തിക്ക് കേടുപാടുകൾ സംഭവിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും ഇത് ടൂറിസം വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിച്ചില്ല. ഈ പാർക്ക് അടിയന്തരമായി പുനർനിർമ്മിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നും അതോടൊപ്പം ജില്ലാ ഭരണകൂടത്തിൽ നിന്നും നഗരസഭയ്ക്ക് 2026 മാർച്ചിൽ വിട്ടുകിട്ടിയ 2 തൂക്കുപാലങ്ങളിലൊന്നായ ഏറ്റവും ശോചനീയമായ കക്കാട് തൂക്കുപാലത്തിന്റെ കേടുപാടുകൾ പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്ന് LDF ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഇന്നലെ പോലും സംഭവ സ്ഥലത്ത് ചെന്നിട്ട് പറഞ്ഞത് KP അടക്കമുള്ള സോമനടക്കമുള്ള CKP അടക്കമുള്ളവർ ചെന്നപ്പോൾ പറഞ്ഞത് നമ്മുടെ പിറവത്തിന് ഒരു വികസനത്തിന്റെ ഭാഗമായിരുന്നു പാർക്ക്. അത് തകർന്നതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. അതിൻ്റെ പുനർനിർമ്മാണം നടക്കണം, അതിന് നമ്മൾ സജീവമായി പ്രവർത്തിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചു.
പുനർനിർമ്മിക്കുമ്പോൾ ഇതിനെ മറ്റു രീതിയിലേക്ക് തിരിച്ചുവിടുവാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എങ്കിൽ അതിനെ രാഷ്ട്രീയപരമായി തന്നെ ഇടതുപക്ഷ മുന്നണി നേരിടും. പ്രത്യേകിച്ച് KP ഡെപ്യൂട്ടി ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹവും അടക്കം ജൂലി സാവു ഏലാമ്പിൽ ഇപ്പം ഇരിക്കുമ്പോൾ പറഞ്ഞു, നമ്മുടെ തൂക്കുപാലം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സഹായം MLA പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി MLA ഇടപെടൽ വേണം, കളക്ടർ ഇടപെടൽ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൽ നിന്നെല്ലാം ഒളിച്ചോടിയവർ ഇന്ന് വളരെ ബോധപൂർവ്വം നടത്തുന്ന ഈ പ്രചരണം തെറ്റാണ്. കൂടാതെ നഗരസഭയുടെ ഏറ്റവും വലിയ പദ്ധതികളായ മാലിന്യ സംസ്കരണ പ്ലാന്റും ഗ്യാസ് ക്രിമറ്റോറിയവും ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. അടിയന്തിരമായി കേടുപാടുകൾ മാറ്റി പ്രവർത്തനം ആരംഭിക്കണമെന്ന് LDF ആവശ്യപ്പെട്ടു. LDF നേതാക്കളായ KP സലീം, സാബു K ജേക്കബ്, സോജൻ ജോർജ്, സോമൻ വല്ലയിൽ, സുരേഷ് ചന്തേരി, CK പ്രകാശ്, PK പ്രസാദ് എന്നിവർ സംസാരിച്ചു. മികച്ച എന്റർടൈൻമെന്റ് ആഗ്രഹിക്കാത്തവരായിട്ട് ആരാ ഉള്ളത്? ലാസ്റ്റ് ബോൾ ഫിനിഷിംഗിന്റെ ആവേശകരമായ നിമിഷങ്ങളും പ്രിയപ്പെട്ട പരമ്പരകളുടെ വൈകാരികതയും സൂപ്പർ ഹിറ്റ് സിനിമകളും ഏറ്റവും പുതിയ വാർത്തകളും വീട്ടിൽ ചിരി ഉണർത്തുന്ന കാർട്ടൂണുകളും എല്ലാം അതിൽ ചിലത് മാത്രം. ഇതൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ കാണാൻ അവസരമുള്ളപ്പോ എന്തിന് മറ്റൊന്നിൽ സെറ്റിൽ ആവണം? കേരള വിഷൻ എക്കണോമി പാക്കിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ട HD ചാനലുകൾ നൽകുന്നു. ഇന്ന് തന്നെ HD പാക്കിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. കേരള വിഷൻ, കേരളത്തിന്റെ വലിയ വിഷൻ.